SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജയ് ടെലിഫോണിലുണ്ട്. സഞ്ജയ്, ഇപ്പോൾ PM ശ്രീയുമായി UDF സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതേസമയം കേന്ദ്രത്തിന്റെ ഉപാധികൾ നടപ്പാക്കാനാവില്ല, കരിക്കുലം ഇവിടെ തീരുമാനിക്കും, സ്കൂളുകൾ ഇവിടെ തീരുമാനിക്കും. ആ ഫണ്ട് ഇതിനകം ഒപ്പിട്ട് കഴിഞ്ഞതുകൊണ്ട് അത് PM ശ്രീ തുടരുകയാണ് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. എങ്ങനെ പ്രതികരിക്കുന്നു? ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് വിദ്യാഭ്യാസം. സ്വാഭാവികമായും ആ വിഷയത്തിൽ സ്റ്റേറ്റ് സെന്ററിനും ഒരേപോലെ തീരുമാനമെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ PM ശ്രീ നടപ്പിലാക്കില്ല, അത് റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞ ഘടകകക്ഷിയും പാർട്ടിയും അതിന്റെ നേതാവുമായിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു ഇവരൊക്കെയും. മുഖ്യമന്ത്രി ആവട്ടെ, ലീഗ് ആവട്ടെ, ഇവരൊക്കെയും കഴിഞ്ഞ സർക്കാർ അത് നിർത്തിവെച്ചതാണ്, അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ചതാണ്. ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ആശങ്ക അറിയിച്ചതാണ്. PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ആ സർക്കാരിനെയും ഞങ്ങൾ ആശങ്ക അറിയിച്ചതാണ്, മുന്നേ ഉണ്ടായിരുന്ന ഇടത് സർക്കാരിനെ. ഇപ്പൊ നിലവിലിപ്പോൾ ഇത് നടപ്പിലാക്കി കൊണ്ടുവരും എന്നുള്ള നിലപാടാണെങ്കിൽ ശക്തമായി അതിനെ എതിർക്കേണ്ടതായി തന്നെ വരും. സ്വാഭാവികമായിട്ടും കരിക്കുലം കൊണ്ടുവരില്ല എന്നാണ് പറയുന്നത്. അവിടെ ഒരു അപകടമുണ്ട്. ആ അപകടം കരിക്കുലം ഇവിടെ NCERT പാഠപുസ്തകങ്ങളിലേക്ക് അയക്കും എന്നല്ല കേന്ദ്രം പറയുന്നത്. അതിന്റെ ഫയൽ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ലെസൺ, ആ ലെസൺ ഇങ്ങോട്ടേക്ക് PDF ആയി അയക്കും. അത് പ്രിന്റ് ചെയ്യുന്ന ഏജൻസിയായി SCERT മാറും. ഇത് വളരെ ഒളിപ്പിച്ച് കടത്താൻ കഴിയുന്ന ഒന്നാണ്. അതിൽ എത്രത്തോളം സുതാര്യത വരുത്താൻ കഴിയുമെന്നുള്ളതൊക്കെ ചോദ്യമാണ്. പ്രത്യേകിച്ച് പി അശോകിനെ പോലുള്ള ആളുകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇരിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിയമനത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞതുപോലെ പുനഃപരിശോധന ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ PM ശ്രീയുടെ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെ നടപ്പിലാകുമോ എന്നതിനൊക്കെ വലിയ ആശങ്കയുണ്ട്. നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ്. അതിന്റെ ഉത്തരവാദിത്വം, അത് പുലർത്താനുള്ള ഉത്തരവാദിത്വം ജനങ്ങളോടുണ്ട്. തീർച്ചയായും അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിലപാട്. സഞ്ജീവ്, ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടുന്നില്ല എന്നതും കഴിഞ്ഞ സർക്കാരിന്റെ ഒരു വലിയ പരാതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കേന്ദ്രം എടുത്തിരിക്കുന്ന ഒരു നയം, ഒരു രീതി അതായിരുന്നല്ലോ. ഇപ്പോൾ ഈ പദ്ധതിയിൽ തന്നെ 1200 കോടി രൂപയോളം കിട്ടാനുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചെടുത്ത് സ്കൂളുകളുടെ മുന്നോട്ടുള്ള പോക്കിനും അത് ആവശ്യവുമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സാധ്യമാവുക? പിന്നെ പണം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായം SFIക്കില്ല. തീർച്ചയായും പണം ഇവിടെ കിട്ടുന്നുണ്ട്. സർവശിക്ഷ അഭിയാൻ ഫണ്ട്, അതിന്റെ ഭാഗമായി SSK കിട്ടേണ്ട പണമൊക്കെ അത് കൃത്യമായി കിട്ടണം. അതിലൊന്നും വ്യത്യസ്ത നിലപാട് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അത് ഇതിൽ ഒപ്പിട്ടുകൊണ്ട് മാത്രമേ നടപ്പിലാവൂ എന്ന് പറയുന്നത് തന്നെ ഒരു ഏകാധിപത്യ മനോഭാവമാണ്, കേന്ദ്രത്തിന്റെ ഒരു കേന്ദ്രീകൃത സ്വഭാവമാണ്. അപ്പൊ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ നമുക്കിപ്പോ നിർവാഹമില്ല. ഈ കേസിന് പോവാം, സുപ്രീം കോടതിയിലേക്ക് പോവാം, മറ്റ് വഴികൾ തേടാം. ഇത്തരം കാര്യങ്ങൾ കൂടി സർക്കാർ പരിശോധിക്കേണ്ടതുണ്ട്. ഈ സർക്കാർ പ്രത്യേകിച്ച് ജനങ്ങളോട് വിവരിച്ചിട്ടുള്ളത്, പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായും അത് വിശ്വസിച്ച് വോട്ട് ചെയ്തവരുടെ വിശ്വാസ്യത കൂടി അവർ നിലനിർത്തേണ്ടതുണ്ട്. അപ്പൊ അതിന് പുറമെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതിലൊരു ഒളിച്ചുകടത്തൽ ഉണ്ടാകും. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. പെയിന്റ് അടിക്കുന്നതും 2 കോടി രൂപ വാങ്ങുന്നതും ബ്ലോക്കിലെ 2 സ്കൂളും തെരഞ്ഞെടുക്കുന്നതിനപ്പുറത്തേക്ക് ഈ പാഠ്യഭാഗങ്ങളിലേക്ക് ഈ പറഞ്ഞ സംഘപരിവാർ ലെസൺസ് കടന്നു വരിക എന്ന് പറയുന്നത് വലിയ അപകടമാണ്. ആ അപകടം സ്വാഭാവികമായിട്ടും NCERTയുടെ പാഠപുസ്തകം തരുമെന്നല്ല, ആ അപകടത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ പണം കിട്ടണം. ആ പണം കിട്ടേണ്ട വഴികളാണ് തേടേണ്ടത്. കോടതിയിൽ പോകാം. സുപ്രീം കോടതി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു.